മക്കളെ ഗുഡ് മോർണിംഗ്. നമുക്ക് എങ്ങനെയാണ് ഒരു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്നും പഠിച്ചു, മീനിങ് ഒക്കെ നന്നായി നോക്കി. സോ നമുക്കിനി എങ്ങനെ അത് റിബേറ്റ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്നും അറിയുന്നതിന് മുമ്പത്തെ വീഡിയോ സെക്ഷൻ കണ്ടിരിക്കണം. എന്താണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ചെയ്തു വന്ന സമയത്ത് ഈ അക്കൗണ്ടിങ് ഇയർ എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ വേണം കേട്ടോ കുട്ടികളെ. ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 31/3/2020 അത് ഡേറ്റ് നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 31/3/2012 അത് മാറ്റുക 31/3/2020 കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മാറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അക്കൗണ്ടിങ് ഇയർ എങ്ങനെയാണ് വരിക എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ടിങ് ഇയർ എങ്ങനെ വരിക എന്ന് നോക്കണം. അതുപോലെ തന്നെ മെച്യൂരിറ്റി ഡേറ്റ്, ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് നോക്കണം. അടുത്ത വർഷത്തെ എത്ര എമൗണ്ട് ആണ് റിബേറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിസ്കൗണ്ട് ഓക്കെ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഇയറിലെ പാർട്ടായിട്ടുള്ള നമ്മൾ മുമ്പേ റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ടേംസ് എടുക്കുക, അതായത് മന്ത്സ് മെച്യൂരിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അത് നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് ഡേറ്റ് ഒക്കെ എടുക്കും, കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ വരുത്താൻ മാക്സിമം നോക്കണ്ട, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഒന്ന് മനസ്സിലാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നതൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. ഒരു കൺസെപ്റ്റ്, ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടായ സോ സിമ്പിളാണ് ഈ പ്രോബ്ലം. നമ്മുടെ ബാങ്കിങ്ങിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. That is, calculate the rebate on bill discounted in respect of Kerala Bank Limited as on 31st March 2020 from the following informations. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രകാരം നമ്മുടെ കേരള ബാങ്ക് ലിമിറ്റഡിൻ്റെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 31/3/2020 നമുക്ക് തന്നിരിക്കുന്നത് ഡേറ്റ് മക്കളെ. അപ്പോൾ ദാറ്റ് ഈസ് ആസ് ഓൺ 31/3/2020 വരുന്ന റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, ആ ബാങ്കിന് വന്നിരിക്കുന്ന റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ആണ് നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് 31/3/2020 ദാറ്റ് മീൻസ് നമ്മുടെ ഇയർ എൻഡഡ് എന്ന് പറയുന്നത് 31/3/2020 ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 31/3/2020 ഓക്കെ കുട്ടികളെ. അപ്പോൾ 31/3/2020 ഇയർ എൻഡഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയായിരിക്കും? നമ്മുടെ മുമ്പത്തെ വർഷമുള്ള ഫിനാൻഷ്യൽ ഇയർ ആണിത് അല്ലേ. 31/3/2020 മാർച്ചിന് അവസാനിക്കുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? 1 April 2019 തൊട്ട് 31/3/2020 വരെ ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, 1/4/2019 ടു 31st March 2020. ഓക്കെ മക്കളെ, 1/4/2019 തൊട്ട് 31/3/2020 വരെയുള്ള നമുക്ക് 20 വരെയാണ് ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ കയ്യിൽ ആ വർഷത്തെ ദാറ്റ് മീൻസ് ആ ഇയറിൽ ബിസിനസ്സിന് വന്നിരിക്കുന്ന, ബാങ്കിങ് ബിസിനസ്സിന് വന്നിരിക്കുന്ന റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ആണ് നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയർ എൻഡഡ് എപ്പോഴാണ്? 31/3/2020. ഇതിന് ശേഷം വരുന്ന എന്തെങ്കിലും ഇൻകംസ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് അതിനാണല്ലോ നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. അതാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബില്ല് തന്നിട്ടുണ്ട്, ഓരോ ബില്ലിൻ്റെ ഡേറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ടേംസ് തന്നിട്ടുണ്ട്. ടേംസ് എന്ന് പറയുന്നത് എപ്പോഴാണ് മെച്യൂരിറ്റി പീരീഡ് ആവുന്നത്, മെച്യൂരിറ്റി എപ്പോഴാണ് ആവുന്നത്, എത്ര മാസമാണ് ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുക, എപ്പോഴാണ് ബാങ്കിന് പേയ്മെൻറ്റ് കിട്ടുന്നത്, ദാറ്റ് ഈസ് ടേംസ്. ബില്ല് നമ്മൾ നോക്കിയില്ല, കഴിഞ്ഞ എക്സാമ്പിൾ 5 മാസം കണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബില്ലിൻ്റെ ടേംസ് ആണത്. ദെൻ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ബില്ലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 4 ബില്ലുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 ബില്ലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റുകളാണ് നമ്മുടെ തന്നിരിക്കുന്നത്. നമ്മുടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ കുട്ടികളെ, സോ ബേസിക്കലി നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ അക്കൗണ്ടിങ് ഇയർ തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ അക്കൗണ്ടിങ് ഇയറിൽ 12 മാസം ഉണ്ടെങ്കിൽ കുട്ടികൾ നമുക്കറിയാം. ഒരു ഇയറിൽ അക്കൗണ്ടിങ് ഇയറിൽ 12 മന്ത്സ് വരും. ഏതൊക്കെ മാസങ്ങളാണ് നമുക്കറിയണം. 1/4/2019 തൊട്ട് 31/3/2020 വരെയാണ്. ആ മാസങ്ങളിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നും കൂടി അറിയണം കേട്ടോ. മുൻകൂട്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇയർ. ഓക്കെ, ആ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന ഡേറ്റുകൾ. സോ ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2019 തൊട്ട് 31/3/2020 വരെയാണ്. ഇത് പല ക്വസ്റ്റ്യനിലും വ്യത്യസ്തമാകും കേട്ടോ. അപ്പോൾ 1 April 1/4/2019 തൊട്ട് 30/4 ഏപ്രിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട് ഏപ്രിൽ. ഫസ്റ്റ് മാസം ഏപ്രിലാണ്. രണ്ടാമത്തെ മാസം മെയ് 2019 മെയ്. ദെൻ 2019 മെയ് എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട് അല്ലേ കുട്ടികളെ.
31 ദിവസമുണ്ട്. ജൂണിൽ അടുത്ത മാസം, ഈ ഫിനാൻഷ്യൽ ഇയറിലെ മൂന്നാമത്തെ മാസം എന്ന് പറയുന്നത് ജൂണാണ്. 14 കണ്ട, ഏപ്രിൽ കഴിഞ്ഞു, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയി, ഡിസംബർ ആയില്ലേ, ഇയർ കഴിഞ്ഞ് നോക്കി. 2019 കഴിഞ്ഞു, അടുത്ത് 2020 എത്തി. ജനുവരി 2020, ദെൻ ഫെബ്രുവരി 2020 29 ദിവസം ഉണ്ട് ഫെബ്രുവരിയിൽ. ദെൻ മാർച്ച് 2020 29 ദിവസമുണ്ട്. മാർച്ചിൽ 31, മാർച്ച് 31 അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1 തൊട്ട്, ഏപ്രിൽ 2019 തൊട്ട് കേട്ടോ, 2029 2019 തൊട്ട് 31 മാർച്ച് 2020 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് ആവുന്നത്. കുട്ടികൾ, ഇതാണ് നമ്മുടെ ഇയർ. ഇത്രയും ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന മാസങ്ങളും അതിൻ്റെ ഡേറ്റുകളാണ് എഴുതി വെച്ചത്. അതിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ ആവണ്ട. ഇത് നമ്മൾ ആദ്യം എഴുതി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. ഇങ്ങനെ എഴുതി വെക്കണമെന്നില്ല, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇത്രയും മാസങ്ങളും, ഇത്ര മാസങ്ങളാണ്, 12 മാസങ്ങളാണ് വരുന്നത്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുക ഫൈനൽ അക്കൗണ്ട്, എപ്പോഴാണ് തയ്യാറാക്കുക? 31/3/2020 ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഈ ഡേറ്റിന് ശേഷം 31/3/2020 കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏതാണ് കുട്ടികളെ? 1/4/2021. അടുത്ത വർഷമായി, അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 1/4/2021 തൊട്ട് 1/4/2021 കേട്ടോ, 1/4/2021 തൊട്ട് 31/3, ദെൻ നമുക്ക് 1/4/2020 തൊട്ട് 21 1/4/2020 എത്തും. 31/3/2021 വരെയാണ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല കുട്ടികളെ? അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ വരുന്ന ബില്ലുകൾ, അതായത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണോ നമ്മുടെ ബില്ല് മെച്യൂർഡ് ആവുന്നത്, അത് നമുക്ക് ചെക്ക് ചെയ്യണം. അല്ല, ഈ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലേക്ക്, അത് 1/4/2020 ടു 31/3/2021 വരുന്ന അക്കൗണ്ടിങ് ഇയറിൽ മറ്റേ ബില്ല് മെച്യൂർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഈ ഇയർ കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ടോ അത്രയും നമ്മുടെ റിബേറ്റ് ആയിട്ടാണ് നമുക്ക് വരിക. അല്ലേ, അത്രയും ദിവസം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് റിബേറ്റ് ആണ്. ഓക്കെ, അത്രയും എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് റിബേറ്റ് ആയിട്ടാണ് വരിക, നെക്സ്റ്റ് ഇയറിലെയാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ വരുന്ന ബില്ലുകൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാത്രമേ നമുക്കവിടെ റിബേറ്റ് വരുള്ളൂ. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 കോളംസ് വേണം കേട്ടോ. നമുക്കിത് വരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 കോളംസ് വേണം. അപ്പോൾ നമുക്ക് വരയ്ക്കാം കേട്ടോ. കുട്ടികൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. 4 കോളംസ് വേണം കേട്ടോ. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് ആണ്. രണ്ടാമത്തെ അൺഎക്സ്പയർഡ് പീരീഡ്, നമ്പർ ഓഫ് ഡേയ്സ് അൺഎക്സ്പയർഡ് പീരീഡ് കാണണം. പിന്നെ നമുക്ക് 4ാമത്തെ കോളം എന്ന് പറയുന്നത് നമുക്ക് റേറ്റ്, ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ 5ാമത്തെ കോളം എന്ന് പറയുന്നത് നമുക്ക് റിബേറ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഒരു കോളം കൂടി നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ കമ്പ്യൂട്ടേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കോളം കൂടി എക്സ്ട്രാ കൊടുക്കാം. അത് എമൗണ്ട് കോളം ഉണ്ട് കുട്ടികൾ, അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സാധാ രീതിയിൽ 4 കോളംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ കുട്ടികളെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് തയ്യാറാക്കാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എമൗണ്ടിൻ്റെ കോളം കൂടി കൊടുത്തോളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്നുണ്ടെങ്കിൽ 5th ആയിട്ടൊരു കോളം കൂടി പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ, സാധാ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കോളം നിർബന്ധമില്ല. നിങ്ങൾ എമൗണ്ട് കോളം അല്ലാതെ നിങ്ങൾ മറ്റേ ഡിസ്കൗണ്ടിൻ്റെ ഇത് മാത്രം കാണിച്ചാലും മതി കേട്ടോ കുട്ടികളെ. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ 5 കോളം വരയ്ക്കുന്നുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ഓക്കെ, ഫസ്റ്റ് കോളം ഡ്യൂ ഡേറ്റ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് പീരീഡ് നമ്മൾ മുമ്പ് പറഞ്ഞത്, നെക്സ്റ്റ് കോളം എമൗണ്ട് കോളം, നെക്സ്റ്റ് കോളം റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, ഫൈനൽ വൺ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട്, ദാറ്റ് ഈസ് റിബേറ്റ്. കമ്പ്യൂട്ടേഷനാണ്, നന്നായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഡേറ്റ് ഒക്കെയാണ്. ഫസ്റ്റ് വൺ ഡ്യൂ ഡേറ്റ് എഴുതിയോ ഡ്യൂ ഡേറ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് പീരീഡ് ആണ്. അതിനർത്ഥം എന്ന് പറയാം നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ആയതിനു ശേഷം വരുന്ന ഡേയ്സ് എത്രയുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ നമ്മുടെ എത്ര തന്നിരിക്കുന്നത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് 31 മാർച്ച് 2020. ദാറ്റ് ഈസ് നമ്പർ ഓഫ്
അൺഎക്സ്പയർഡ് പീരീഡ്. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്ന ബില്ലിൻ്റെ മെച്യൂരിറ്റി കൂടി കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ വരുന്ന ഡേയ്സ് ആണത്, നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേയ്സ്. ദെൻ നെക്സ്റ്റ് കോളം amount, and the next column rate of discount, and the final one unexpired discount, അതായത് റിബേറ്റ്. ഓക്കെ കുട്ടികളെ, ഇതാണ് നമ്മുടെ 5 കോളംസ് കേട്ടോ. ഇനി നമുക്ക് ഡ്യൂ ഡേറ്റ് നോക്കണം. ഓരോരോ ബില്ലുകളായിട്ട് നമ്മൾ എടുക്കുന്നു, അതിനെ ഓരോന്നിനും നമ്മൾ പ്ലോട്ട് ചെയ്യണം. നമ്മളിവിടെ ഫസ്റ്റ് വൺ, ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ജനുവരി 17 ബില്ലിൻ്റെ ഡേറ്റ് തന്നിരിക്കുന്നത്. ബില്ലിൻ്റെ ടേംസ് എന്ന് പറയുന്നത് 4 മാസമാണ്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 17%. എമൗണ്ട് 3,65,000. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 17 ഓക്കെ, ജനുവരി 17 നമുക്ക് ആദ്യത്തെ ബില്ലിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ബില്ലിൻ്റെ ടേംസ്, അതായത് ബില്ല് മെച്യൂർഡ് ആവുന്നത് 4 മാസം കഴിഞ്ഞിട്ടാണ്, 4 months കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ടേംസ് തന്നിരിക്കുന്നത് 4 months, 4 മാസം. ഓക്കെ കുട്ടികളെ, ജനുവരി 17 4 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ജനുവരി 17 എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൽ വരുന്നത്, ജനുവരി 17 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 17 അല്ലേ, 17/1/2019 നമുക്ക് 2020 കേട്ടോ. 17/1/2020 അക്കൗണ്ട് ജനുവരി അല്ലേ, 17/1/2020 നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ. ദാറ്റ് ഈസ് ജനുവരി 17 എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ എവിടെ ജനുവരി വരുന്ന നോക്കിയതാ, 1/4/2022, 31st ജനുവരി ഓക്കെ 2020, 1/1/2020 to 31/1/2020. നോക്കിയാൽ നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ വരുന്ന ഡേറ്റ് ആണിത് അല്ലേ. 1/1/2020 ജനുവരി എപ്പോഴാണ്? അപ്പോൾ 17 എന്ന് പറയുമ്പോൾ ഇയർ ക്വസ്റ്റിന് തന്നിട്ടില്ല എന്നുള്ളൂ. 17/1/2020 ഈ ഡേറ്റിൽ നമ്മുടെ ബില്ലിൻ്റെ ടേംസ് എന്ന് പറയുന്നത്, ബില്ല് മെച്യൂർഡ് ആവുന്നത് 4 മാസം കഴിഞ്ഞിട്ടാണ്. ഇത് 1 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനി 4 മാസം കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇത് 17/1 ഡേറ്റ് ബില്ലിൻ്റെ, ഇനി 4 മാസം കഴിഞ്ഞിട്ട് ബില്ല് എന്താവുള്ളൂ, മെച്യൂർഡ് ആവുള്ളൂ. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് മെച്യൂർഡ് ആവുക പറയുമ്പോൾ എത്രാമത്തെ മാസമായിരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 17/2/2020, 17/3/2020, 17/4/2020, ദെൻ 4-ാമത്തെ മാസം അല്ലേ 17/5/2020. ഈ 4-ാമത്തെ മാസത്താണ് ബില്ലെന്ന് പറയുന്നത് മെച്യൂർഡ് ആവുള്ളൂ. അതാണ് 4 months തന്നിരിക്കുന്നത്. 4-ാമത്തെ മാസം ബില്ല് പേയ്മെൻറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഡേറ്റിന് ആ ഡെപ്റ്റർക്ക് 17 കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടി എക്സ്ട്രാ കിട്ടും. അങ്ങനെ നമ്മൾ ഗ്രേസ് ഡേയ്സ് എന്നാ പറയാം. 3 days കൂടി അയാൾക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ 17 എന്നുള്ളത് എത്രയും മാറും, 17 3 20, 17 + 3 20. അപ്പോൾ 5-ാം മാസമുള്ള മക്കളെ, മെയ് മാസമാണ്. സോ 20/5/2020. അപ്പോൾ ബില്ല് മെച്യൂർഡ് ആവുന്നത് 20/5/2020 മക്കളെ. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ ഇതിൻ്റെ ടേം നമ്മൾ നോക്കി. 20/5/2020 ഈ ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 3,60,000 ബില്ലിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ബില്ല് മെച്യൂർഡ് ആവുന്ന ഡേറ്റ് ആണ്, 4 months ശേഷം. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഈ 5-ാമത്തെ മാസം എന്ന് പറയുന്നത് മെയ് 20 എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ വരുന്നതാണോ അല്ലയോ, അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമുള്ള ഡേയ്സ് ആണ് നമ്മൾ റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അൺഎക്സ്പയർഡ് പീരീഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, 17/2/20 കുട്ടികളെ ഇതവിടെ വരുന്നുണ്ട്. ഫെബ്രുവരി മാസം 17/2 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി. ദെൻ 17/3 എന്ന് പറയുമ്പോൾ മാർച്ച് വരുന്നുണ്ട്. ദെൻ 17/4/2020 നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയർ ആണോ? അല്ലല്ലോ, തൊട്ടടുത്ത അക്കൗണ്ടിങ് ഇയറിൽ പെട്ടില്ല. നോക്കിയേ, ഇതുവരെ നമ്മുടെ 17/3/2020 അല്ലേ, 17/3/2020 നമ്മൾ എഴുതി നമ്മുടെ മന്തുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കമ്പനി എന്ത് ചെയ്യും? 31/3/2020 കമ്പനീൻ്റെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ആവും. അതായത് ഫൈനൽ അക്കൗണ്ടുകൾ ബാങ്ക് തയ്യാറാക്കും. അവിടുത്തെ ഇയർ എൻഡായി. പിന്നെ അടുത്ത 2 മാസം വരുന്നതാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. അതായത് 1/4/2020 തൊട്ട് 31/3/2021 പറയുന്ന നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് മക്കളെ ഈ 2 months വരുന്നത്. അതായത് ഏപ്രിലും മെയ്യും വരുന്നത്
തൊട്ടടുത്ത് നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ഓൾറെഡി അതിൽ ഇതിൻ്റെയും കൂടി എമൗണ്ടുകൾ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അൺഎക്സ്പയർഡ് പീരീഡ് കാണണം. അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത് ഡേയ്സ് എന്ന് പറയുന്നത്, അൺഎക്സ്പയർഡ് ഡേയ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതിനു ശേഷം, ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയത് എപ്പോഴാണ് അത് തൊട്ട് ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെയുള്ള ഡേയ്സ് ആണ് ഈ അൺഎക്സ്പയർഡ് പീരീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതിനു ശേഷം 31/3/2020 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവും. അതിനുശേഷം നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ്, ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എപ്പോഴാണോ, ഡ്യൂ ഡേറ്റ് എപ്പോഴാണോ അതുവരെയുള്ള ദിവസത്തിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ കുട്ടികളെ, എത്ര ദിവസം ഉണ്ടോ നോക്കിയേ. നമ്മൾ ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്, 17. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 4 മാസമാണ്. ഏപ്രിലാണിത്. ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്, ഏപ്രിൽ മാസത്തിൽ എത്ര ഡേയ്സ് വരും നോക്കിയേ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏപ്രിൽ മൊത്തം 30 ഡേയ്സ് ഏപ്രിലുണ്ട്. മെയ്യിലോ മക്കളെ, മെയ്യിൽ എത്ര ദിവസം ഉണ്ട്, മെച്യൂരിറ്റി ഡേറ്റ് 20-ാം തീയതിയാണ്, മെയ് 20-ന് മെച്യൂർഡ് ആവും. അപ്പോൾ മെയ്യിൽ 20 ദിവസമുണ്ട്. മെയ് 20-ന് കേട്ടോ. മെയ് 20-ന് ബില്ല് എക്സ്പയർഡ് ആവും, അതായത് ബാങ്കിലേക്ക് പേയ്മെൻറ്റ് വരും. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം ഉണ്ട്, ഫൈനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം എത്ര ഡേയ്സ് ഉണ്ട്, 50 ഡേയ്സ് ആണ് ആഫ്റ്റർ വരുന്നത്. ഓക്കെ കുട്ടികളെ, ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ, അതായത് ഫൈനൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, അവിടെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ്. അതിനുശേഷം അത് തൊട്ട് നമ്മുടെ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ, അല്ലെ തൊട്ടടുത്ത വർഷമാണ്, അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മുടെ ഈ ബില്ല് മെച്യൂർഡ് ആവുന്നത്. ഈ ഇയറിലല്ല നമ്മുടെ ബില്ല് മെച്യൂർഡ് ആവുന്നത്, തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ് മെച്യൂർഡ് ആവുന്നത്. സോ അത്രയും ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയർ, നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് പീരീഡ്. എത്ര കിട്ടി നമുക്ക്, ഏപ്രിൽ ഒരു 30 ദിവസം ഉണ്ട്, അതിനുശേഷം പിന്നെ മെയ്യിൽ ഒരു 20 ദിവസം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 50 കിട്ടി. നമ്മൾ അതുപോലെ മക്കൾ ഇവിടെ എഴുതുന്നു. ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് മക്കൾ വരിക, 20/5/2020 ഈ ഫസ്റ്റ് ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ 20/5/2020. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ നമ്മൾ കണ്ടുപിടിച്ചു 50. എമൗണ്ട് എന്ന് പറയുന്നത് 3,65,000, 3,65,000 അതിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് പറയുന്നത്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 17%. ഇനി നമുക്ക് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് മക്കളെ, എത്രയാണോ നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ബിൽ ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇൻറ്റു അൺഎക്സ്പയർഡ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 365, ദാറ്റ് ഈസ് 3,65,000 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 17%, 17% ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ ക്ലോസിംഗ് ഇയർ, ദാറ്റ് ഈസ് ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് അൺഎക്സ്പയർഡ് ഡേയ്സ് 50 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, ഇത് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, കുട്ടികളെ? ഓക്കെ, 3,65,000 ഇൻറ്റു 17% ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 365 ചെയ്ത് നമുക്ക് 8,500. ഓക്കെ, അപ്പോൾ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എത്രയാണ്, 8,500 ആണ് ഈ ഫസ്റ്റ് ബില്ലിൻ്റെ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ആദ്യത്തെ ബില്ലിൻ്റെ. ഓക്കെ, ക്ലിയർ ആയാലും കുട്ടികളെ ഫസ്റ്റത്തെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബില്ലിൻ്റെ ഡേറ്റ് ഫെബ്രുവരി 7-ാം തീയതി. ഓക്കെ, ഫെബ്രുവരി 7-ാം തീയതിയാണ് ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി 7 എന്ന് പറയുമ്പോൾ ഇയർ ഏതാണ്, 2020. എന്താ നോക്കിയാൽ 2020 ആണ്. ഇവിടെ നമുക്ക് ഇയർ തരാത്തതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് കുട്ടികൾക്ക്. 2020 ഇറ്റ്സ് ബിക്കം 7/2/2020 ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 7 എന്ന് പറയുമ്പോൾ 7/2/2020 ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയാം മക്കളെ. ബില്ലിൻ്റെ ടേംസ് നമുക്ക് തന്നിരിക്കുന്നത് 3 മാസമാണ് അല്ലേ, 3 months ആണ് ബില്ലിൻ്റെ ടേം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ബില്ല് മെച്യൂർഡ് ആവുക. അപ്പോൾ എത്രാമത്തെ മാസത്താണ്, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ, മെയ്, 3 മാസം കഴിഞ്ഞിട്ട്. സോ ഇറ്റ്സ് ബിക്കം 7/3/2020, 7/4/2020, 7/5/2020 കുട്ടികൾ. അപ്പോൾ 3 മാസമല്ലേ, 3 months ആയി, 3 മാസമായിട്ടുണ്ട്. ഈ 3 മാസം കഴിയുമ്പോഴാണ് ബില്ല് മെച്യൂർഡ് ആവുക, അതായത് 7/5/2020 മെച്യൂർഡ് ആവുക. ബട്ട് 3 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും, ഗ്രേസ് ഡേയ്സ്. അപ്പോൾ ഇത് എത്രയും മാറും, 10/5/2020. അതിനർത്ഥം മെയ് 5-ാം തീയതി, മെയ് 10-ാം തീയതി, മെയ് 10-ന് 2020 കേട്ടോ ബില്ല് മെച്യൂർഡ് ആവുന്നത്. ഓക്കെ,
നമ്മൾ എവിടെ വെച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവും? നമ്മളിപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ ക്ലോസിംഗ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അൺഎക്സ്പയർഡ് പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എവിടെ വെച്ചുകൊണ്ട് അക്കൗണ്ടിംഗ് ക്ലോസ് ആവും? മാർച്ചിൽ ക്ലോസ് ആയാലും കുട്ടികളെ, അതായത് ഈ മാസം 7-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ്, 31-ാം തീയതി 31/3/2020 അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ആവും. ഓക്കെ, ആ മാസം ലാസ്റ്റ് അതല്ലേ, 31/3/2020 അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ആവും. അതിനുശേഷം നമുക്ക് അവിടെ വെച്ചുകൊണ്ട് ക്ലോസ് ആയി. അതിനുശേഷം എത്ര മാസം വരുന്നത്? ഒരു ഏപ്രിൽ വരുന്നുണ്ട്, ഏപ്രിൽ ഫുൾ ഡേയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയ്യിൽ എത്രയുണ്ട് കുട്ടികളെ? 10-ാം തീയതി വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഏപ്രിൽ എത്ര ദിവസമുണ്ട് ഫിനാൻഷ്യൽ ഇയറിന് ശേഷം? അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയി. ഇത് നോക്കിയേ, 7-4/2020 ആണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി മാറി. അതന്നെ, അതുപോലെ തന്നെ മെയ് എന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആണ്, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആണ്. അപ്പോൾ ഏപ്രിൽ 30 ദിവസം പ്ലസ് ദെൻ അതുപോലെ മെയ്യിൽ ഒരു 10 ദിവസമുണ്ട്, 10 ഡേയ്സ് ഉള്ളൂ, അപ്പോഴേക്കും ബില്ല് മെച്ചൂർഡാവും. ഓക്കെ, അപ്പോൾ മെയ്യിലൊരു 10 ദിവസം. ഓക്കെ കുട്ടികളെ, അപ്പോൾ മെയ്യിൽ 10 ദിവസം കൂട്ടുമ്പോൾ 40 ഡേയ്സ് ആണ് നമുക്ക് അൺഎക്സ്പയർഡ് പീരീഡ് വരുന്നത്. ക്ലിയർ ആയാലും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ മക്കളെ ഇവിടെ നോക്കിയ ഇയർ 31/3/2020 അക്കൗണ്ടിംഗ് ക്ലോസ് ആവും. അതിനുശേഷം അക്കൗണ്ടിംഗ് ക്ലോസിന് ശേഷം നമുക്ക് 2 മാസമാണ് വരുന്നത്. ഏപ്രിൽ ഫുള്ളും ഉണ്ട്, പക്ഷേ മെയ് 10-ാം തീയതി ആകുമ്പോഴേക്കും ബില്ലിന് പേയ്മെൻറ്റ് വരും. ഓക്കെ, ബില്ല് മെച്ചൂർഡാവും അവിടെ. സോ ആ മെയ്യിൽ ആ ദിവസം വരെ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ, ബാലൻസ് ഡേയ്സ് എടുക്കാൻ പറ്റില്ല. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളും വരുന്നുണ്ട്. ഓക്കെ, ഏപ്രിൽ കഴിഞ്ഞിട്ടാണല്ലോ മെയ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് അതേപോലെ ബില്ലിൻ്റെ ഡേറ്റ് ചെയ്താൽ നമുക്ക് ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 10/5/2020 10/5/2020 ആണ് രണ്ടാമത്തെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് അൺഎക്സ്പയർഡ് ഡേയ്സ് 40 നമുക്ക് കിട്ടി. ബില്ലിൻ്റെ എമൗണ്ട് നമുക്ക് 7,30,000 തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 18% തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് എമൗണ്ട് ഓഫ് ബില്ല് എന്ന് പറയുന്നത്? 7,30,000 ഇൻറ്റു 18% ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 365. 7,30,000 ഇൻറ്റു 18% ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 365. ദാറ്റ് ഈസ് 14,400, 14,400. ഓക്കെ കുട്ടികളെ, അങ്ങനെ നമുക്ക് രണ്ടാമത്തെയും കിട്ടി. സിമ്പിൾ അല്ല ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി മൂന്നാമത്തെ ചെയ്യാം, മാർച്ച് 9-ാം തീയതി. ഇത് നിങ്ങളൊന്ന് ചെയ്യുക, സ്വയം വർക്കൗട്ട് ചെയ്ത്. അടുത്തത് ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 9-ാം തീയതി കേട്ടോ. മാർച്ച് 9 എന്ന് പറയുമ്പോൾ 9/3/2020 ബില്ലിൻ്റെ ഡേറ്റ് 9/3/2020 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ബില്ലിൻ്റെ ടേംസ് നമുക്ക് തന്നിരിക്കുന്നത് 3 months ആണല്ലോ മക്കളെ. 3 months ആണ് ബില്ലിൻ്റെ ടേംസ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 9/4/2020 ദെൻ 9/5/2020 9/6/2020. ഓക്കെ കുട്ടികളെ, ഇത്രയും ദിവസങ്ങളല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 മാസമാവും. 3 മാസത്തിൻ്റെ ലാസ്റ്റാണ് നമുക്ക് 9/6/2020 നമ്മുടെ ബില്ല് മെച്ചൂർഡ് ആവുന്നത്. ബട്ട് 3 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ 9, 10, 11, 12. അപ്പോൾ 12/6/2020 ആയിട്ട് അത് മാറുന്നു. ആ ഡേറ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 12/6/2020 ആണ്. ഓക്കെ, നമുക്കെന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇനി നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലെ, നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേയ്സ് ആണ്. അങ്ങനെ നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ആയതിനു ശേഷം വരുന്ന ഡേയ്സ് ആണ്. നോക്കിയ മക്കളെ, ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 9/3/2020 അല്ലേ. ഈ മാസം മാർച്ച് 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 31/3/2020 എന്തായിട്ടുണ്ടാവും? ബില്ല് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവിടെ ക്ലോസ് ആയിട്ടുണ്ടാവും. അക്കൗണ്ടിങ് ഇയർ അവിടെ ക്ലോസ് ആയിപ്പോയി 31/3/2020. അതിനുശേഷം വരുന്ന മാസങ്ങളിൽ ഇതെല്ലാം ഈ 3 മാസം അതിന് ശേഷമല്ലേ കുട്ടികളെ വരുന്നത്. നോക്കിയേ, ഏപ്രിൽ അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണ് വരുന്നത്. അതുപോലെ തന്നെ മെയ് അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണ് വരുന്നത്. ദെൻ ജൂണും അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണ് വരുന്നത്. നോക്കിയതാ, നമ്മുടെ അക്കൗണ്ടിങ് ഇയർ നമ്മൾ ക്ലോസ് ആവുന്നത് 31/3/2020 ഇപ്പോൾ ഈ ബില്ലിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് കുറച്ച് ഡേയ്സ് മാത്രമേ ആ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നു. ബാക്കിയെല്ലാം നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം വരുന്നത്. ഓക്കെ കുട്ടികളെ, അപ്പോൾ ഏതൊക്കെ മാസങ്ങൾ വരും? ആ ബില്ലിൻ്റെ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തതുപോലെ ഏപ്രിൽ അടുത്ത വർഷമാണ്, മെയ് അടുത്ത വർഷമാണ്, ജൂണും അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണ് വരുന്നത്. സോ ഏപ്രിൽ എത്ര ദിവസമുണ്ട്? ഏപ്രിൽ ടോട്ടൽ എത്ര ദിവസം വരും? ഏപ്രിൽ നമുക്ക് വരുന്നത് 30 ഡേയ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ മെയ്യിൽ മക്കളെ, മെയ്യിൽ നമുക്ക് ടോട്ടൽ എത്ര ദിവസം വരുന്നത്? ദാറ്റ് ഈസ് 31 ഡേയ്സ് ആണ് മെയ്യിൽ വരുന്നത്. ജൂണിലാണെന്നുണ്ടെങ്കിലോ, ജൂണിൽ എത്ര ദിവസം വരുന്നുണ്ട്? 12 ദിവസം വരുള്ളൂ അല്ലേ. ജൂൺ 12-ാം തീയതി ബില്ല് മെച്ചൂർഡാവാണ്. സോ ജൂണിലൊരു 12 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളെ? 3, 3, 6, 7, 73 ദിവസമാണ് നമ്മുടെ അൺഎക്സ്പയർഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺഎക്സ്പയർഡ് ഡേയ്സും കിട്ടി. നമുക്കപ്പോൾ മാർച്ച് 9-ാം തീയതി ബില്ലിലുള്ള ഡ്യൂ ഡേറ്റ് ചെയ്താൽ 12/6/2020 ആണ്.
അൺഎക്സ്പയർഡ് ഡേയ്സ് 73 ദിവസമാണ് അൺഎക്സ്പയർഡ് ഡേറ്റ്. എമൗണ്ട് എന്ന് പറയുന്നത് 1,82,000 17.5 നമ്മുടെ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. അങ്ങനെ നമ്മൾ റിബേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ദാറ്റ് ഈസ് 1,82,000 ഇൻറ്റു 17.5% ഇൻറ്റു 73 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, 1,82,000 ഇൻറ്റു 17.5% ഇൻറ്റു 73 ഡിവൈഡഡ് ബൈ 365 ദാറ്റ് ഈസ് 6,370 6,370 നമുക്ക് ആ ബില്ലിൻ്റെ റിബേറ്റ് കിട്ടുക. ഓക്കെ കുട്ടികളെ, ഇനി അടുത്ത ബില്ല് നമുക്ക് ചെയ്യാം. മാർച്ച് 20 ആണ് അടുത്ത ബില്ലിൽ പറയുന്നത്. ഡേറ്റ് മാർച്ച് 20 എന്ന് പറയുമ്പോൾ 20/3/2020. കുട്ടികളെ, ബില്ലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 20/3/2020 ആണ്. ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ടേംസ് നമുക്ക് 2 മാസമാണ് ടേംസ് തന്നിരിക്കുന്നത്. ടേംസ് 2 മാസം തരുമ്പോൾ ബില്ല് എപ്പോഴാണ് മെച്ചൂർഡ് ആവുന്നത്? 20/4/2020. ദെൻ പിന്നെ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് 20/5/2020 ആണ്. അപ്പോൾ 2 മാസമല്ലേ? 20/4/2020 1 മാസം, പിന്നെ 20/5/2020 2 മാസമായി. ഓക്കെ കുട്ടികളെ, അപ്പോൾ ഡ്യൂ ഡേറ്റ് 25 മാത്രമല്ല 3 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ 20 പോയിട്ട് 23 23/5/2020. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരിക? മെയ് 23-ാം തീയതിയാണ് നമുക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് 2020 അല്ലേ കുട്ടികളെ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അൺഎക്സ്പയർഡ് ഡേയ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ് ക്ലോസ് ചെയ്യും അക്കൗണ്ടിങ് ഇയർ? മാർച്ചിൽ ക്ലോസ് ചെയ്യും അല്ലേ? ഡേറ്റ് എപ്പോഴാണ് ബില്ലിൻ്റെ? 20/3/2020 അപ്പോൾ ഇത് 20 ആയിട്ടുള്ളൂ. 31/3/2020 എന്തായിട്ടുണ്ടാവും? അവിടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 മാസം അതിനുശേഷം വരുന്ന 2 മാസം എന്താണ് കുട്ടികളെ? അൺഎക്സ്പയർഡ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. ഓക്കെ, 2 മാസം അക്കൗണ്ടിങ് ഇയറിന് ശേഷമാണ് വരുന്നത്. നമ്മൾ 31/3/2020 ശേഷമാണ് ഈ 2 മാസം വരുന്നത് അല്ലേ? ഏപ്രിൽ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, മെയ് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് അൺഎക്സ്പയർഡ് ഡേയ്സ് എന്ന് പറയാം. ഏപ്രിൽ എത്ര ദിവസമുണ്ട്? ഏപ്രിൽ നമ്മൾ മുമ്പ് നോക്കിയ പോലെ 30 ദിവസമുണ്ട്. മെയ്യിൽ എത്ര ദിവസം ഉണ്ടാകും കുട്ടികളെ? 23 ദിവസം നമുക്ക് വരുള്ളൂ. മെയ്യിൽ ഒരു 23-ാം തീയതി ബില്ല് മെച്ചൂർഡാകും. സോ ടോട്ടൽ 53 ഡേയ്സ്, 53 ദിവസമാണ് നമ്മുടെ അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതിൻ്റെ നമുക്ക് എഴുതാം കേട്ടോ. സോ ദാറ്റ് ഈസ് അടുത്തത് ബില്ല് ഡ്യൂ ആവുന്നത് 23/5/2020 ഡേയ്സ് എന്ന് പറയുന്നത് 53 ഡേയ്സ് ആണ്. ബില്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് മക്കളെ 1 ലക്ഷമാണ് അല്ലേ? 1 ലാഖാണ് ബില്ലിൻ്റെ എമൗണ്ട്. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. നമുക്ക് റിബേറ്റ് കണ്ടുപിടിക്കാം. 1 ലക്ഷം ഇൻറ്റു 18% ഇൻറ്റു 53 ഡിവൈഡഡ് ബൈ 365 become 1 lakh into 18% into 53 divided by 365. It's become 2,613. മക്കളെ 0.6 ഉണ്ട്. അപ്പം ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2,614 ആക്കുന്നതിന്. ഓക്കെ, കഴിഞ്ഞില്ല കുട്ടികളെ? അപ്പോൾ നമുക്ക് 4 ബില്ലുകൾ തന്നു. 4 ബില്ലിൻ്റെ റിബേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിതിനെ ടോട്ടൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ റിബേറ്റും ബിൽ ഡിസ്കൗണ്ടഡ് കിട്ടുള്ളൂ കേട്ടോ. 4 ബില്ലില്ലേ? ആദ്യത്തെ ബില്ലിൻ്റെ 8,500, രണ്ടാമത്തേൻ്റെ 14,400, മൂന്നാമത്തെ 6,370, അടുത്തത് 2,614. എത്ര കിട്ടുക? 31,884 നമുക്ക് ടോട്ടൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് നമുക്ക് 31,884 കിട്ടും. ഓക്കെ, ഇവിടെ വെച്ച് നമ്മുടെ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു അല്ലേ? ടോട്ടലായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. സിമ്പിൾ അല്ലേ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഡ്യൂ ഡേറ്റുകൾ വരുന്ന സമയത്ത് മാത്രം കേട്ടോ. അക്കൗണ്ടിങ് ഇയർ ശ്രദ്ധിക്കുക, ഡ്യൂ ഡേറ്റ് എങ്ങനെ വരുമെന്ന് മാത്രം നോക്കുക കേട്ടോ. അതിനുശേഷം ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഇയറിലെ ഡേറ്റ്സ് എടുക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ടോട്ടൽ നമ്മളതിനെ ടോട്ടൽ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലെ? അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഇൻകം ആണിത്. നമ്മൾ ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻകം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി നമ്മൾ കാണിക്കണം. ദ എൻട്രി ബിക്കം ഡിസ്കൗണ്ട് അക്കൗണ്ട് debtor to rebate on bill discounted account. Rebate on bills discounted account. ഓക്കെ, എത്ര രൂപ കുട്ടികളെ നമുക്ക് തന്നെ? 31,884 അല്ലേ? 31,884 നമ്മുടെ എമൗണ്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നരേഷൻ എഴുതണം നമുക്ക്. ദാറ്റ് ഈസ് rebate on bill discounted carry forward. Carried forward to the next year. ഓക്കെ, നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു.
നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷത്തെ ഇൻകമാണ് ഈ നമുക്ക് ഈ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കുട്ടികളെ, 31,884 എന്ന് പറയുന്നു കേട്ടോ. അവിടെ നെറേഷനും കൂടി എഴുതാൻ മറക്കരുത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. കുറച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കുക. മാക്സിമം ആ ഡേറ്റ് ഒക്കെ ഒന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കുട്ടികളെ. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യുക. ആ എൻഡിലൊക്കെ എന്താ വരുന്നതൊക്കെ നോക്കുക കേട്ടോ. ഈ ഡേയ്സിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡേയ്സാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഈ ഇയർ എൻഡിങ് കാണിക്കുക കേട്ടോ. ഇത് ചില സമയത്ത് നമുക്കില്ലേ ജനുവരി തൊട്ട് ജനുവരിയും അതുപോലെ തന്നെ ഡിസംബർ വരെയുള്ള അക്കൗണ്ടിങ് ഇയർ എങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് തരുവേ. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ വരുത്തും കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ബേസ് കിട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.